കർത്താവിൽ പ്രിയരെ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2024 ഡിസംബർ മാസം 22 ഏവരും കാത്തിരുന്നത് പോലെ ഈ വർഷവും ക്രിസ്തുമസിൻ്റെ സ്മരണകൾ പുതുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഡിസംബർ മാസത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ആഴ്ച ലോകമെമ്പാടും ഉള്ള ക്രിസ്തുവിശ്വാസികൾ ക്രിസ്താഗമനത്തിൻ്റെ സ്മരണകൾ പുതുക്കുകയും ആഘോഷിക്കുകയും ആരാധിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെയാണല്ലോ. അതിൽ പങ്കുചേരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുന്നു. ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ നന്മകളെ പ്രകീർത്തിപ്പാനും ദൈവ മഹത്വം അനുഭവിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിനത്തിൽ തികഞ്ഞ ദൈവവിശ്വാസത്തോടും പ്രാർത്ഥനയോടും നമ്മിൽ വരുത്തേണ്ടുന്ന രൂപാന്തരങ്ങൾ വരുത്തി നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ, പുനർസമർപ്പണം ചെയ്യുവാൻ പുൽക്കൂട്ടിൽ പൂജാതനായ യേശു ക്രിസ്തു അന്ന് ഇടയന്മാരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ, വിദ്വാൻമാർ മൂര് പൊന്നു കുന്തിരുക്കൊക്കെ വെച്ച് കാഴ്ചവെച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ സഭയെ കർത്താവിനായി സമർപ്പിക്കാം. ഒരു പുതിയ ജീവിതം തുടങ്ങാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി ഞാൻ എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയും ഒപ്പം ആമുഖമായി ഏവർക്കും 2024 ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭദ്രമായി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിന്റെ പട്ടണത്തിൽ ബേത്ലഹേമിലെ ഗോശാലയിൽ ദൈവപുത്രനായി ലോകത്തിന്റെ രക്ഷിതാവായി വന്നുദിച്ച ദിവ്യ താരകമായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തിരുജനനം ഞങ്ങൾക്ക് ആഘോഷിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനായി ഞങ്ങളുടെ ജീവിതത്തെ പുനഃസമർപ്പണം ചെയ്യുവാനും ഈ മഹാഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു എന്ന വേദപുസ്തകത്തിലെ താക്കോൽ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സ്വീകരിക്കട്ടെ. നാഥ ദൈവമേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ആ വലിയ നന്മയ്ക്കായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് പ്രത്യാശിക്കുവാൻ വഴിയുണ്ട്, ഞങ്ങൾക്ക് ഉള്ളിൽ ബലമുണ്ട്, ഞങ്ങൾക്ക് നാഥ പ്രതീക്ഷകളുണ്ട്. നന്ദി പിതാവേ, ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ഒരുപാട് വകകൾ ദൈവം അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്തോത്രം. സത്യവേദ പുസ്തകത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അന്ത്യത്തോളം ഞങ്ങളെ കാത്തുകൊള്ളമേ, ദൈവകൃപയെ ബലപ്പെടുത്തണം. ഇന്നത്തെ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റുരയ്ക്കുന്നതായി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്: ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ബദ്ധന്മാർക്ക് എന്ത് നൽകുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതായിരുന്നു ചോദ്യം. എല്ലാവരും ശരിയായ ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻസർ വിടുതലാകുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ. പ്രത്യേകിച്ച് ചാനലിൻ്റെ പേരുള്ള നന്ദിയും സ്നേഹവും ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി വഴി നടത്തുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം മാറാനാഥ കർത്താവേ വരേണമേ എന്നുള്ള ചിന്തയെ ആസ്പദമാക്കി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളെയാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്നത്. ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ വചനത്തിൻ്റെ സന്തോഷമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വൈദ്യുത അലങ്കാര ബൾബുകളും ഇന്നത്തെ ആഘോഷങ്ങളും ആചാരങ്ങളും നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും
അതുപോലെ ക്രിസ്മസ് ട്രീയും മറ്റു ഇതര ആഘോഷങ്ങളൊക്കെ ഇതിൽ നിന്നും ഉത്ഭവിച്ചതാണ്, ഇതിൻ്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവം ആദ്യമായി വെളിച്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അവ രാത്രിയിലും പകലിലും ഒരുപോലെ വെളിച്ചം നൽകുന്നതിനായി സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചു എന്ന് നാം കാണുന്നു. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വീണ്ടും നാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ ജനം സമാഗമന കൂടാരത്തിൽ വിളക്ക് തെളിയിച്ചപ്പോൾ അതെല്ലായ്പ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുവാൻ ഒലീവെണ്ണ വരുവാൻ കൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. വീണ്ടും നാം വേദപുസ്തകത്തിന്റെ ഒടുവിൽ നാം പരിശോധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22:5 ദൈവം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം സ്വർഗത്തിൽ പ്രകാശമായിരിക്കും എന്നും ഇനി ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാകുകയില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, ഒരുപാട് പ്രകാശ വിളക്കുകൾ കൊണ്ട് നാം നമ്മുടെ വീട്, നമ്മുടെ ഭവനവും ദേശവും ആലയവും ഒക്കെ അലങ്കരിക്കുമ്പോൾ യേശു നമ്മോട് പറഞ്ഞ ചിന്തയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന്. 2024 ക്രിസ്മസിന്റെ ഏറ്റവും ഹൃദ്യമായ ചിന്ത എന്ന് പറയുന്ന അത് തന്നെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, സത്യ വേദ പുസ്തകത്തിൽ നിലകൊള്ളുന്ന ഓരോ ദൈവവൈതലും ഈ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്നതാണ്. യോഹന്നാൻ 1:9 നാം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചത്തെക്കുറിച്ച്, ട്രൂ ലൈറ്റ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ ആഗമനം നാം ഏവരും അറിയുന്നത് പോലെ തന്നെ അന്ധകാരത്തിൽ ഇരുന്ന ഒരു ജനതയ്ക്ക് ഒരു വലിയ പ്രകാശമായി വന്നു പിറന്നു എന്ന് പറയുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് വചനം പറയുന്നത്, അന്ധതമസിന്റെ ദേശത്ത് പാർത്തയുടെ മേൽ പ്രകാശം ഉദിച്ചു ശോഭിച്ചു എന്നുള്ള ആ ഒരു വലിയ നന്മ. പ്രിയരെ, ചോദ്യം ഇതാണ്, ഈ ദിനങ്ങളിൽ വാസ്തവത്തിൽ നമുക്ക് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ നാമം നാം ധരിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ മഹത്വം. പക്ഷേ ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വെളിച്ചമാകും. പലപ്പോഴും നാം വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്, വെളിച്ചം ആവശ്യപ്പെടുന്നവരാണ്. പക്ഷേ ബൈബിൾ പറഞ്ഞു, യു ആർ ദ ലൈറ്റ്, നിങ്ങൾ വെളിച്ചമായി തീരണമെന്നതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നോക്കണേ, നിങ്ങൾ വെളിച്ചമായി തീരണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വെളിച്ചമായി തീരുവാൻ എന്നിൽ എന്തുണ്ട്? ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് എന്നിൽ പ്രകാശത്തെ കാണുവാൻ കഴിയുന്നുണ്ടോ? ഈ ലോകത്തിന് എന്നിൽ നിന്നും പ്രകാശം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? പ്രിയ ദൈവ പൈതലെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ആർക്കെങ്കിലും ഈ ലോകത്ത് എന്നിൽ നിന്നും പ്രകാശം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ ഞാൻ എന്നിൽ നിന്നും ഇരുട്ടിന്റെ അനുഭവങ്ങളാണോ ഞാൻ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വെളിച്ചത്തെ കെടുത്തുന്ന, ഈ ലോകത്തിന്റെ വെളിച്ചത്തെ കെടുത്തുന്ന, കുടുംബത്തിന്റെ വെളിച്ചത്തെ കെടുത്തുന്ന, സഭയുടെ വെളിച്ചത്തെ കെടുത്തുന്ന അങ്ങനെ ഒരു അന്ധകാര ശക്തിയായിട്ടാണോ ഞാൻ ഈ ലോകത്ത് ആയിരിക്കുന്നത്? നമ്മുടെ ജീവിതം വാസ്തവത്തിൽ വെളിച്ചമായി തീരണമെങ്കിൽ, പ്രകാശിക്കുന്ന ജീവിതങ്ങളായി മാറണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? യോഹന്നാൻ സുവിശേഷം 1:11 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ എൻ്റെ ചിന്ത, നമ്മിലേക്ക് വരുന്ന ദൈവത്തിന് നമ്മിൽ ഒരു ഇടം നൽകുക എന്നതാണ്. നമ്മിലേക്ക് വരുന്ന ദൈവത്തിന് നമ്മിൽ ഒരു ഇടം, ഒരു സ്പേസ് നൽകുക എന്നുള്ളതാണ്. പ്രിയരെ, മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ, കുടുംബത്തെ പ്രകാശിപ്പിക്കുവാൻ, ദേശത്തിന്, ലോകത്തിന് പ്രകാശം നൽകുവാൻ സ്വർഗം വിട്ട്, വിണ്ണை വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്, ദൈവത്തിന് സ്ഥാനമില്ലാതായി പോയി എന്നതാണ് ഏറ്റവും ദുഃഖകരമായ അനുഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, ബൈബിൾ പറയുന്നു, വഴിയമ്പലങ്ങൾ തിരക്കി, വീടുകൾ, വലുതും ചെറുതുമായ വീടുകൾ തിരക്കി, എല്ലായിടത്തും ഒരേ പ്രതികരണമായിരുന്നു, ഇവിടെ സ്ഥലം ഇല്ല, ഇവിടെ സ്ഥലമില്ല. എന്നാൽ ഒരു തൊഴുത്ത് തനിക്കുള്ളിൽ സ്ഥലം നൽകുകയാണ്, ഒരു തൊഴുത്ത് തനിക്കുള്ളിൽ സ്ഥലം നൽകുകയാണ്.
പശുക്കളും കിടാങ്ങളും തങ്ങളുടെ ഭവനം ദൈവപുത്രനായിട്ട് നൽകുന്ന ഒരു ചിത്രം. അതെ, ദൈവത്തിനായി ദൈവം മനുഷ്യനായി അവതരിച്ച് ക്രിസ്തുവായി ലോകത്ത് ജനിച്ചപ്പോൾ കന്നുകാലികളും തൊഴുത്തും തങ്ങളിൽ ഒരു സ്പേസ് ദൈവത്തിനായിട്ട് നൽകുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, യേശുവിനായി സ്ഥലം നൽകുന്ന അനുഭവമാണ്. സൗകര്യമുള്ളവരെല്ലാം തങ്ങളുടെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ഇരുന്നവർ ദൈവത്തിനായി തങ്ങളുടെ ഭവനം തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവമല്ലേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നും ദൈവപുത്രന്റെ ജനനം ഓർക്കുമ്പോൾ തൊഴുത്ത്, പുൽക്കൂട്, അതിൽ ഒരു സ്ഥാനമുണ്ട്. അതായത് ദൈവപുത്രന്റെ ജനനത്തിൽ പുൽക്കൂടിന് ഒരു സ്ഥാനം ഉണ്ട് എന്നതാണ്. അതെന്താണ് കാരണം? അന്ന് എല്ലാവരും വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ പുൽക്കൂട് തനിക്കായി, അല്ലെങ്കിൽ തന്നെ ദൈവപുത്രനായിട്ട് ഒരുക്കി കൊടുക്കുകയാണ്, ഒരു സ്പേസ് കൊടുക്കുന്നത് കാണുവാനായി സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ലോകത്തിൽ തിക്കും തിരക്കും നിറഞ്ഞ ഒരു ജീവിത അനുഭവത്തിലൂടെ സാഹചര്യത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ജീവിത അനുഭവത്തിന്റെ നടുവിൽ എത്രത്തോളം നമുക്കുള്ളിൽ നാം ഒരു സ്പേസ് ദൈവത്തിനായി കൊടുക്കുന്നു, ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അവിഭാജ്യ ഘടകങ്ങളാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവപുത്രനായ ക്രിസ്തു, അതുപോലെ വേദപുസ്തകവും, സത്യവേദപുസ്തകവും. ഇതിന് നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്പേസ് നിങ്ങൾ കൊടുത്തിരിക്കുന്നു, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെയുള്ള തിരക്കിൻ നടുവിൽ വാസ്തവത്തിൽ ദൈവത്തിന് ഒരു പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്, യെസ്, വി ലവ് അവർ ജീസസ്. നമ്മുടെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ലൗകിക ചിന്തകളും കുടുംബ ചിന്തകളും ജോലി സ്ഥലത്തിലെ ചിന്തകളും മക്കളെക്കുറിച്ചുള്ള ചിന്തകളും ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് കണക്ക് കൂട്ടലുകൾ, ബിസിനസ്സുകൾ, ഈ ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ആധുനിക ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ എവിടെയാണ് ദൈവവചനത്തിന് സ്പേസ് കണ്ടെത്തുക? വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറുകൾക്കുള്ളിൽ എത്ര സമയമാണ് ഞാൻ പ്രാർത്ഥനയ്ക്കായി വിനിയോഗിക്കുന്നത്? എത്ര സമയമാണ് ഞാൻ വേദപുസ്തകം ധ്യാനിക്കുവാൻ, മനനം ചെയ്യുവാൻ ഞാൻ വേർതിരിക്കുന്നത്? എത്ര സമയമാണ് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ഞാൻ സമയം വേർതിരിക്കുന്നത്? 24 മണിക്കൂറിൽ എത്ര സമയം? പ്രിയ ദൈവ പൈതലെന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികളെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുവാൻ, ഒരു ഇടം കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളെല്ലാം ദൈവസ്നേഹികളാണ്, ദൈവത്തിൻ്റെ ജനമെന്ന് അഭിമാനിക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നാം ഇങ്ങനെ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ വേദപുസ്തകം നമ്മോട് ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, എൻ്റെ പ്രിയ ദൈവ പൈതലേ, 24 മണിക്കൂറിനുള്ളിൽ നിനക്ക് എത്ര സമയം നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചിലവഴിക്കുന്നു? അത് മാത്രം ചോദിച്ചാൽ മതിയാകും. എന്നിൽ കർത്താവിനുള്ള സ്പേസ്, ഇടം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പ്രിയം, അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, വചനത്തോടുള്ള പ്രാർത്ഥനയോടുള്ള മനോഭാവം. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി വചനത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായി ജീവിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിന് മാറ്റം വരികയാണ്. അനുദിനം അവൻ്റെ ജീവിതത്തിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അവൻ പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കും. ഇന്നലെ കണ്ടവനല്ല, ഇന്നലെ കണ്ടവളല്ല. അവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും, കാരണം വചനത്തിന്റെ ആഴത്തലങ്ങൾ പാറയെ പൊട്ടിച്ച് അതിനുള്ളിൽ ചെന്ന് ജലം കണ്ടെത്തുന്നത് പോലെ അവൻ ഓരോ ദിവസവും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ തകർത്ത്, ഈ ലോകത്തിന്റെ വിഭവശേഷികളെ തകർത്ത് അതിനുള്ളിൽ ചെന്ന് ദൈവിക മർമ്മങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് അതിൽ ജീവിക്കുവാനായി പരിശ്രമിക്കും. അതാണ് വേദപുസ്തകം എന്നത്. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. എന്താണ് ക്രിസ്തുവിന്റെ ഭാവമെന്ന് അറിയാതെ ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ, ഭാവം അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് ധരിക്കുവാൻ കഴിയത്തുള്ളൂ. നാം അതിലേക്കായി ഒരു സ്പേസ് കൊടുക്കുന്നില്ല. സത്യവേദ പുസ്തകത്തിന് ഒരു സ്പേസ് നാം കൊടുക്കുന്നില്ല. ഞെരുക്കത്തോടുകൂടി ആയിരിക്കുന്നത്. പലപ്പോഴും വചനം നമ്മിലേക്ക് വരുന്നത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഞെരുക്കത്തോട്, സ്പേസ് ഇല്ല. ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു പ്രോഗ്രാം പങ്കെടുക്കുവാൻ പോകുമ്പോൾ, ഒരു സദ്യക്കായി പോകുമ്പോൾ പലപ്പോഴും നമുക്ക് സ്പേസ് കിട്ടുന്നില്ല.
ലൈനിൽ നിൽക്കുന്നുണ്ട്, തിക്കും തിരക്കും കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സ്പേസ് നാം കിട്ടാതെ വീർപ്പുമുട്ടുകയാണ്. ഇതുപോലെയല്ലേ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് സ്പേസ് കിട്ടാതെ അതിങ്ങനെ ലോകപരമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ മനസ്സിലും ബോധമണ്ഡലത്തിലും കിടന്ന് ഇങ്ങനെ തിക്കും തിരക്കിലും പെട്ട് ഒരു സ്പേസ് ഇരിക്കുവാൻ ഒരു ഇടം കിട്ടാതെ, നിൽക്കുവാൻ ഒരു സ്പേസ് ഇല്ലാതെ എന്തോരം വീർപ്പുമുട്ടുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, പ്രിയ ദൈവവേദലയെ, നിനക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രിയ ദൈവ കുടുംബമേ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈ വർഷത്തെ ക്രിസ്മസ് മെസ്സേജിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മിലേക്ക് വരുന്ന ദൈവത്തിനും ദൈവവചനത്തിനും നമ്മിൽ ഒരു സ്പേസ് കൊടുക്കുക, ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുക യേശുവിന്. അപ്പോൾ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മിലേക്ക് വരുന്ന ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ ഒരു അവസരം നൽകുക എന്നതാണ്. നമ്മിലേക്ക് വരുന്ന ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ ഒരു അവസരം നൽകുക എന്നതാണ്. പ്രിയരെ, നമ്മുടെ പ്രവൃത്തികൾ പ്രകാശമായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഇടുങ്ങിയ ചിന്താഗതികൾ, ദുർവാശികൾ, കടും പിടുത്തങ്ങൾ, കടും തീരുമാനങ്ങൾ, അനുസരണമില്ലാത്ത അനുഭവങ്ങൾ, ഭക്തിക്ക് വിരുദ്ധമായ ഭക്തികെട്ട പ്രവൃത്തികൾ, ഇവ നമ്മിൽ നിന്ന് മാറണമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ, ദൈവഹിതപ്രകാരമല്ലാത്ത വേദപുസ്തക വിരുദ്ധമായ സ്വഭാവങ്ങൾ നമ്മിൽ നിന്നും എടുത്തു മാറ്റണം, വേരോടെ പിഴുതു മാറ്റണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന. പ്രിയമുള്ളവരെ, അത് പിഴുതു മാറ്റിയ ശേഷം, യെസ് ലോർഡ്, ഞാൻ എൻ്റെ ഹൃദയമാകുന്ന, ശരീരമാകുന്ന നിലത്തെ ഞാൻ പാകമാക്കിയിരിക്കുകയാണ്, അശുദ്ധിയെല്ലാം എടുത്തു കളഞ്ഞ് വൃത്തിയാക്കിയിരിക്കുകയാണ്, നന്നാക്കി നല്ല നിലമാക്കിയിരിക്കുകയാണ്. ഇനി കർത്താവേ, അങ്ങനിലേക്ക് വരണമേ, എന്നിൽ വസിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ, അങ്ങ് എന്നിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മിലൊരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മിലെ നാമധേയ ക്രിസ്ത്യാനിത്വം നമ്മിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റപ്പെടണം. നാമധേയ ക്രിസ്ത്യാനിത്വം, എന്തിനു വേണ്ടി എങ്ങനെയോ ക്രിസ്ത്യാനിയായി, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നതിനെ പറിച്ചു മാറ്റിയ ശേഷം കം ടു ദ റിയാലിറ്റിയിലേക്ക് മടങ്ങി വരിക. അങ്ങനെ വരുമ്പോഴാണ് ജീവിതം പ്രകാശിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. ഞാൻ മുൻ വർഷങ്ങളിലൊക്കെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഈ 2024 ആവർത്തിക്കുകയാണ്. ഒരിക്കൽ റഷ്യയിൽ ഡിസംബറിൻ്റെ മഞ്ഞുകാലം, കൊടും തണുപ്പുള്ള ശൈത്യം നിറഞ്ഞ ഒരു കാലഘട്ടം. ഒരു മനുഷ്യൻ യാത്ര ചെയ്ത് രാത്രിയായി. നല്ല വിശപ്പുണ്ട് ഈ മനുഷ്യന്, നല്ല തണുപ്പുണ്ട്. നടന്ന് ഒരുപാട് ഈ മനുഷ്യൻ ക്ഷീണിച്ചു. കൊടും ശൈത്യമായതിനാൽ അന്ന് ആ പട്ടണത്തിലെ, ആ നഗരത്തിലെ എല്ലാ കടകളും തന്നെ നേരത്തെ അടയ്ക്കുവാൻ ഇടയായി. തെരുവീതിയിൽ വിളക്കുകളൊന്നും കാണുവാനില്ല, ഒരു പ്രകാശമില്ല, വീതികളിൽ ഒറ്റ മനുഷ്യനെ പോലും കാണുവാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവശ നിലയിൽ ഇദ്ദേഹം നടക്കുകയാണ്. ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ചൂടുവെള്ളമോ എന്തെങ്കിലും കഴിക്കുവാൻ കിട്ടിയിരുന്നെങ്കിൽ, ഒരുപാട് വിശപ്പുണ്ട്. നോക്കുമ്പോൾ എല്ലായിടത്തും അന്ധകാരമാണ്. ഇദ്ദേഹം നടക്കുമ്പോൾ വളരെ ദൂരത്തായിട്ട് ഒരു ചെറിയ നുറുങ്ങ് വെട്ടം അദ്ദേഹം കാണുവാനിടയായി, ഒരു ചെറിയ പ്രകാശം. അത് മറ്റൊന്നുമല്ല, ദൂരത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കുടിൽ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുടിൽ, ഒരു വീട്. അവിടെ കത്തിച്ചു വെച്ചിരുന്ന ഒരു റാന്തൽ വിളക്കിൻ്റെ പ്രകാശമാണ് ദൂരത്തു നിന്നും ഈ സഞ്ചാരി, ഈ മനുഷ്യൻ കാണുവാൻ ഇടയായത്. ഇദ്ദേഹം അവിടെ പോയി. വളരെ പ്രയാസപ്പെട്ട് ആ കുടിൽ, ഒരു ചെറിയ വീടാണ്, ആ വീട്ടിൻ്റെ മുന്നിൽ ചെന്നു. അവിടെ ആ റാന്തൽ വിളക്കിൻ്റെ അടുക്കൽ നോക്കിയപ്പോൾ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു ബോർഡാണ്. ആ ബോർഡിൽ ഇദ്ദേഹം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, ചൂടുള്ള കേക്ക് ഇവിടെ വിൽക്കപ്പെടും, ചൂടുള്ള കേക്ക് ഇവിടെ വിൽക്കപ്പെടും. ഈ മനുഷ്യന് ഒരുപാട് സന്തോഷമായി, എന്തെന്നില്ലാത്ത ആനന്ദം, നല്ല വിശപ്പുണ്ട്, അതുപോലെ അസഖ്യമായ തണുപ്പാണ്. ഇതിൻ്റെ നടുവിൽ ചൂടുള്ള നല്ല ഫ്രഷ് കേക്ക് കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു, പക്ഷെ കടകളെല്ലാം അടച്ചിരുന്നു. അദ്ദേഹം വലിയ സന്തോഷത്തോടെ, ആകാംക്ഷയോടെ, വലിയ ഒരു വാഞ്ചയോടുകൂടെ അദ്ദേഹം കുടിലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി. കാരണം ഇദ്ദേഹത്തിന് അറിയാം, ഈ കേക്ക് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറും, തണുപ്പിൽ നിന്നും ആശ്വാസം കിട്ടും. അദ്ദേഹം ഉള്ളിലേക്ക് നോക്കി, വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ വൃദ്ധനായ മനുഷ്യൻ പുറത്തേക്ക്
വന്നപ്പോൾ ഇദ്ദേഹം ആ വൃദ്ധനോട് ആവശ്യപ്പെട്ടു, അല്ലയോ പിതാവേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, എനിക്ക് ഭക്ഷിപ്പാൻ ചൂട് കേക്ക് എനിക്ക് വേണം, ഭക്ഷിപ്പാൻ എനിക്ക് ചൂട് കേക്ക് വേണം. ആ വൃദ്ധൻ പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആ വൃദ്ധൻ ഈ സഞ്ചാരിയോട് പറയുകയാണ്, ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ സഞ്ചാരി ചോദിച്ചു, പിന്നെ ഈ ബോർഡ് ഇവിടെ തൂക്കിയിരിക്കുന്നു, ചൂടുള്ള കേക്ക് ഇവിടെ വിൽക്കപ്പെടുമെന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജോലി എന്ന് പറയുന്നത് ബോർഡ് എഴുത്താണ്. ഇത് താഴെ നഗരത്തിലെ ഒരു കടയ്ക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ ബോർഡ് എഴുതി ഇവിടെ ഉണങ്ങുവാനായിട്ട് തൂക്കിയിട്ടതാണ്. ചിന്തിക്കണേ, ഈ ബോർഡ് എഴുതി ഞാൻ തൂക്കിയിട്ടിരിക്കും. ഞാൻ കടുത്ത പട്ടിണിയിലാണ്, ഞാൻ വിശപ്പിലാണ്, പ്രഭാതം മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഈ ബോർഡ് മറ്റൊരു കടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതി തൂക്കിയിട്ടിരിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മെ അന്വേഷിച്ച് എത്രയോ പേർ കടന്നു വരുന്നുണ്ട്. നമ്മിലേക്ക് കൊടുക്കുവാനായിട്ട് എന്തുണ്ട്? ദൈവ പൈതലെന്ന് നീ അഭിമാനിക്കുമ്പോഴും, ഞാനൊരു ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുമ്പോഴും, ഞാൻ ഇന്ന ചർച്ചിലെ മെമ്പർ എന്ന് അഭിമാനിക്കുമ്പോഴും, എൻ്റെ അപ്പന്മാരെല്ലാം സോക്കോൾഡ് ക്രിസ്ത്യാനികളെന്ന് നീ അഭിമാനിക്കുമ്പോഴും, നിന്നെ അന്വേഷിച്ച് നിന്റെ അടുക്കൽ വരുന്ന ഒരു മനുഷ്യന് കൊടുക്കുവാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നിന്നിൽ കാണുവാൻ കഴിയുന്നുണ്ടോ? നമ്മിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നുണ്ടോ? ചിന്തിക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാനൊരു ക്രിസ്ത്യാനി, ഞാനൊരു ചർച്ചിലെ മൂപ്പൻ, ഞാനൊരു ഡീക്കനാണ്, ഞാനൊരു സെക്രട്ടറിയാണ്, ഞാനൊരു പാരമ്പര്യ ക്രൈസ്തവനാണ്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചാരിറ്റി ചെയ്യുന്നവനാണ്, ഞാൻ സ്വയം സുവിശേഷ വേലകൾ ചെയ്യുന്നവനാണ്, ഒക്കെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറയാം. പക്ഷേ വേദപുസ്തകം ചോദിക്കും, നിന്നിൽ എന്തുണ്ട്? മറ്റുള്ളവർക്ക് നൽകുവാൻ നിന്നിൽ എന്തുണ്ട്? നിന്നിൽ ഏത് തരത്തിലുള്ള പ്രകാശമാണ് ഇന്ന് ലോകത്തിന് നോക്കിക്കാണുവാൻ കഴിയുന്നത്? ഒന്ന് സ്വയം ചിന്തിച്ച പ്രിയമുള്ളവരെ, ഇത് കുറ്റപ്പെടുത്തലല്ല, ഇത് നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, നിങ്ങൾ തരം താഴ്ത്തുന്നൊന്നും അല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കണം, ഇത്രയും കാലം ക്രിസ്ത്യാനി എന്ന ബോർഡ് വെച്ചുകൊണ്ട് ജീവിച്ചില്ലേ? ആ ബോർഡ് നീ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ നാമം ധരിച്ചിട്ടുണ്ടെങ്കിൽ, വേദപുസ്തകം പറയുകയാണ്, നീ ലോകത്തിന്റെ വെളിച്ചമായിരിക്കണമെന്ന് ക്രിസ്തുനാഥൻ പറഞ്ഞു. നീ എന്നെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നീ വെളിച്ചമായി തീരണം, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള പാത്രമായി മാറണം, വെളിച്ചം നൽകുന്നവനായി, നൽകുന്ന കുടുംബ സഭയായി മാറണം. പക്ഷേ നിന്നുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ലൗകിക ചിന്തകളും ഇരുട്ടും അന്ധകാര തീയ ശക്തികളുമല്ലേ പഴയ മനുഷ്യൻ ഇതുവരെ മരിച്ചിട്ടില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ആ മനുഷ്യൻ, പഴയ പാമ്പ് ഇന്നും നിനക്കുള്ളിൽ ഇല്ലേ എന്ന ചോദ്യം 2024 ക്രിസ്മസ് നാളുകൾ ദൈവം നമ്മോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിൽ ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ ഉണ്ടാകണം. ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുക്കുമ്പോൾ നാം ഓരോരുത്തരും എരിഞ്ഞ് പ്രകാശിക്കുന്ന വിളക്കുകളായി മാറും, ലോകത്തിൻ്റെ വെളിച്ചമായി മാറും. ക്രിസ്തുവിന് പ്രവർത്തിക്കുവാനൊന്ന് അവസരം കൊടുത്തേ പ്രിയമുള്ളവരെ. ഓ ലോർഡ്, കം ടു മീ. പ്രിയമുള്ളവരെ, ദൈവമേ കർത്താവെ, എനിക്കുള്ളിലും ഒന്ന് വാസം ചെയ്ത് എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ. ഒന്ന് പറഞ്ഞ് ബാക്കി എല്ലാ ചിന്തകളും ഞാൻ മാറ്റിക്കളയുക. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ പ്രവൃത്തികളും ഞാൻ കളയുവാൻ ഒരുക്കുമാ. 2024 ഈ ക്രിസ്മസ് നാളുകളിൽ ദൈവമേ, ഈ ആഴ്ചയിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ പ്രവൃത്തികളും മാറ്റി ദൈവമേ അങ്ങനിൽ പ്രകാശിക്കുക, അങ്ങനിൽ വസിക്കണമേ. യെസ്, ഐ എം ഗിവിംഗ് സ്പേസ് ഫോർ യു. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന സ്പേസ് ഞാൻ അങ്ങേക്ക് തരുന്നു. കർത്താവെ, എൻ്റെ പ്രാണസഖി, എൻ്റെ യേശുവിനായ എൻ്റെ പ്രധാന സ്പേസ് ഞാൻ തരികയാണ്. അതിനുള്ളിൽ ഇരുന്ന് അങ്ങ് പ്രവർത്തിച്ചാട്ടെ, അങ്ങ് പ്രവർത്തിക്കണമേ. ഞാനല്ല ദൈവമേ, അങ്ങനിലൂടെ പ്രവർത്തിക്കണം. പൗലോസ് പറഞ്ഞു, ഇനി ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. എത്ര പേർക്ക് കഴിയുമോ പറയുവാൻ സാധിക്കും? ആധുനിക ക്രൈസ്തവ തലമുറയ്ക്ക് പറയുവാൻ കഴിയുമോ, ഇനി ഞാനല്ല, എൻ്റെ ക്രിസ്തുവത്രേ എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദോഷപ്രവർത്തനങ്ങൾ വരുന്നു, ദോഷ സ്വഭാവങ്ങൾ വരുന്നു, ക്രിസ്തുവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്നൊരു ദൈവ പൈതൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? മടങ്ങി വരിക. നമ്മിൽ ഒരു ദൈവിക ദർശനമില്ലാതെ, നമ്മിൽ ഒരു ദൈവിക കാഴ്ചപ്പാടില്ലാതെ, നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടോ, പുൽക്കൂട് പണിതിട്ടോ, അലങ്കാരങ്ങൾ ചെയ്തിട്ടോ, ദൈവാലയങ്ങൾ പലതരത്തിലുള്ള കളർ ലൈറ്റുകൾ കൊണ്ട് നിറച്ചിട്ടോ യാതൊരു കാര്യവുമില്ല പ്രിയമുള്ളവരെ, യാതൊരു കാര്യവുമില്ല. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്നത് പോലെ എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയൂ. ആർക്കും ഒരു പ്രയോജനം വരുന്നില്ല. നമുക്കൊരു ദർശനമുണ്ടാകണം, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം, നമ്മിൽ ഒരു നിലപാട് ഉണ്ടാകണം. യെസ്,
എന്നിലും നിങ്ങളൊരു നിലപാടുണ്ടാകണം. ഓരോ ദൈവവേദൻ്റെ ജീവിതത്തിലും നിലപാടുകൾ ഉണ്ടാകണം, ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല എന്ന അനുഭവത്തെ ജീവിച്ചത് മതി. പ്രിയമുള്ളവരെ, എത്രയോ ഈസ്റ്ററുകൾ, ദുഃഖ വെള്ളിയാഴ്ചകൾ, പാഷൻ വീക്കുകൾ, ക്രിസ്മസുകൾ, എത്രയോ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ആചരിച്ചരച്ച് മടുത്തുപോയില്ലേ പ്രിയമുള്ളവർ? നമ്മിൽ എന്താണ് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അതിനനുസരിച്ച് ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ഹൃദയം നമ്മിലേക്ക് വരുന്ന ക്രിസ്തുനാഥനുള്ള ഒരു തൊഴുത്തായി മാറട്ടെ, ഒരു സ്പേസായി മാറട്ടെ. ലോകം വാതിലുകൾ കൊട്ടിയടച്ചു യേശുനാഥനെ ജനിക്കുവാൻ, യേശുനാഥനെ പ്രവർത്തിക്കുവാൻ പ്രിയമുള്ള എല്ലാവരും വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയം യേശുവെ അങ്ങയ്ക്കായി തുറന്നു തരുന്നു, അതിനെ ശുദ്ധമാക്കി തരുന്നു. കർത്താവെ, തിരുരക്തത്താൽ അതിനെ കഴുകണമേ, അങ്ങനിലേക്ക് വരണമേ, നിറഞ്ഞു നിൽക്കണമേ, എന്നിലൂടെ പ്രവർത്തിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ. അങ്ങ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്ര സന്തോഷം. മറിയയും മാർത്തയും ലാസറും തങ്ങളുടെ ഭവനം യേശുവിനായി തുറന്നു കൊടുത്തു. എപ്പോൾ യെരുശലേമിൽ യേശു വന്നാലും യേശുവിനെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും വചനം കേൾക്കുകയും, അതിനർത്ഥം ഒരു നല്ല സ്പേസ് യേശുവിന് മാർത്തയുടെയും മറിയയുടെ വീട്ടിലുണ്ടായിരുന്നു. എത്ര ധന്യമായ അനുഭവം! മറിയയുടെ വീട്ടിലൊരു നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുവാൻ എല്ലാ ദിവസവും രാവിലെ യെരുശലേമിലേക്ക് പോകും, വൈകുന്നേരം വീണ്ടും മറിയയുടെ ഭവനത്തിൽ നിന്ന് രാപ്പാർക്കും. എത്ര ധന്യമായ അനുഭവം പ്രിയമുള്ളവരെ! ഈ സ്പേസ്, ഹൃദയമാകുന്ന സ്പേസ്, ജീവിതമാകുന്ന സ്പേസ്, ഈ ശരീരമാകുന്ന സ്പേസ് പ്രിയമുള്ളവരെ, അത് കർത്താവിനുള്ളതായി തീരട്ടെ. അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ക്രിസ്തു നമ്മിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ, നമ്മിലിരുന്ന് പ്രവർത്തിക്കുമ്പോൾ നാം യോഹന്നാൻ സ്നാപകനെ പോലെ എരിഞ്ഞ് പ്രകാശിക്കുന്ന വിളക്കുകളായി മാറും എന്നുള്ളതാണ്. എരിഞ്ഞ് പ്രകാശിക്കുന്ന വിളക്കുകൾ, കത്തുക മാത്രമല്ല, എരിയുക മാത്രമല്ല, പ്രകാശം നൽകുന്ന വിളക്കുകളായി മാറണം. ദൈവം അതിനായി നമ്മെ വിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രിയമുള്ളവരെ, അന്ധതമസ്സിലിരിക്കുന്ന ജനത്തിന്, കുടുംബത്തിന്, സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ദേശത്ത് നിങ്ങളൊരു പ്രകാശമായി തീരുക. ക്രിസ്തു നിങ്ങൾ സന്തോഷിക്കും. അതാകണം യഥാർത്ഥ ക്രിസ്തുമസ്. അങ്ങനെ ആകണം നിങ്ങൾ ആഘോഷിക്കേണ്ടുന്നത്. മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ആ അനുഭവത്തിലായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നീ മതി യേശുവേ എന്ന ചാനലിൻ്റെ പേരിൽ, ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ക്രിസ്മസ് ആശംസകളും ഒന്നുകൂടെ ഞാൻ നേർന്നുകൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന എന്താണ് ഈ ലോകത്തിൽ വന്നുകൊണ്ടിരുന്നത്? അത് ആ വേദപുസ്തക ഭാഷ്യത്തിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ ആൻസർ തരണം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന എന്താണ് ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്? നിങ്ങളുടെ ആൻസറുകൾ, വിലയേറിയ ആൻസറുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ച ദൈവം നിങ്ങൾ അത്ഭുതകരമായി വഴി നടത്തട്ടെ. ഓരോ പ്രാർത്ഥനകളും, ആരാധനകളും, ആഘോഷങ്ങളിലൊക്കെ ഈ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓരോ ലൈറ്റും കാണുമ്പോൾ, ഓരോ അലങ്കാര വിളക്കുകൾ, നക്ഷത്രങ്ങൾ കാണുമ്പോൾ ഓർക്കണം, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം. അനേകം പേരെ ആകർഷിക്കുന്ന, അനേകം പേർ സന്തോഷം കണ്ടെത്തുന്ന ഒരു വിളക്കായി മാറട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമേ, മനുഷ്യൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണമെന്ന് ലോകത്തിൻ്റെ അത്ഭുത പ്രകാശമായ പ്രഭാത നക്ഷത്രമായ ഉദയ നക്ഷത്രമായ ക്രിസ്തുവെ അവിടുന്ന് ഞങ്ങളോട് ആജ്ഞാപിച്ചല്ലോ. സ്തോത്രം ചെയ്യുന്നു. അന്ധതമസ്സിരുന്ന ജനത്തിന് പ്രകാശം നൽകുവാൻ അവിടുന്ന് ഭൂജാതനായതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ നാഥ ദൈവമേ, ഈ ലോകത്തിന് വെളിച്ചമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. അതിനാവശ്യമായ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി, ദയക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തോട് കൂടിയിരിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ ജനനം ദൈവമേ അങ്ങേ ഞങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒന്നായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ ജനനം ദൈവത്തെ ഞങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഇമ്മാനുവേൽ, ദൈവം ഞങ്ങളുടെ കൂടെ, ആ അനുഭവത്തിൽ ദൈവം തീർത്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യും. നന്ദി പിതാവേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഇന്ന് ഈ തിരുവചനം ശ്രവിച്ച എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കും. ദൈവകൃപ പ്രിയ മക്കളോട് കൂടെ ഇരിക്കട്ടെ. അങ്ങ് സഹായിക്കണമേ, അങ്ങ് വഴി നടത്തണമേ. പ്രത്യേകിച്ച് നാഥ
ആരെങ്കിലും വിഷമത്തിലോ ഭാരത്തിലോ സങ്കടത്തിലോ ഇരിക്കുന്നുവെങ്കിൽ, ആവശ്യ ഭാരങ്ങൾ നടുവിലിരിക്കുന്നുവെങ്കിൽ, കർത്താവേ അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണമേ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടുത്തെ സഹായം അയക്കണമേ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. നന്ദി കർത്താവേ. അത് മതി പിതാവേ. അവിടുത്തെ സഹായം, അവിടുത്തെ ശക്തി, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് മതിനാഥ. അപ്രകാരം ഞങ്ങൾ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നീമതി യേശു യൂട്യൂബ് ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന യുവ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. അവരെയും ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ നിഴലായി പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കൊണ്ട് സ്തോത്രം. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാനം, സന്തോഷം നാം ഏവരോടും ഇന്നും സർവ്വദാ സദാകാലം കൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. പ്രിയമുള്ളവരെ, വെളിച്ചമായി തീരാം, ലോകത്തിൻ്റെ വെളിച്ചമായി. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവോളം നമ്മുടെ ജീവിത അവസാന ശ്വാസം വരെ അപ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.